സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകൃത മദ്രസകളിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച് പുറത്തിറക്കി. 4-ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. 4-ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ ഫിഖ്ഹിൻ്റെ പാഠപുസ്തകമാണിത്. നജസുകൾ, അവ ശുദ്ധീകരിക്കേണ്ട വിധം, ആദാബുൽ ഖലാ, വുളുവിൻ്റെ ഫർളുകൾ, വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ, അശുദ്ധികൾ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ, നിസ്കാരത്തിൻ്റെ ഫർളുകൾ, നിസ്കാരശേഷമുള്ള ദിക്ർ ദുആകൾ, ചില സുന്നത്ത് നിസ്കാരങ്ങൾ, ജമാഅത്ത് നിസ്കാരം, ജുമുഅ നിസ്കാരം എന്നിങ്ങനെ 17 പാഠങ്ങളാണ് ഫിഖ്ഹിലുള്ളത്. അടുത്തത് ലിസാനുൽ ഖുർആൻ. ലിസാനുൽ ഖുർആൻ അഥവാ ഖുർആനിൻ്റെ ഭാഷ. ഈ പാഠപുസ്തകത്തിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നു. ഈ പുസ്തകം വിദ്യാർത്ഥികൾ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ നേടുന്നതിന് ലക്ഷ്യമിടുന്നു. ഒരു ദുആയോടുകൂടി തുടങ്ങുന്ന ഈ പാഠപുസ്തകത്തിൽ വർത്തമാനകാലം, ഹിജ്റ മാസങ്ങൾ, ഓർഡിനറി നമ്പർ അഥവാ സാധാരണ എണ്ണൽ സംഖ്യകൾ, ഭൂതകാലം, സംഭാഷണത്തിൻ്റെ ഭാഗങ്ങൾ, സർവനാമങ്ങൾ, വ്യത്യസ്ത ചോദ്യവാക്യങ്ങൾ എന്നിങ്ങനെ 10 പാഠഭാഗങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അടുത്തത് തദ്രീബു തിലാവ. തദ്രീബു തിലാവ എന്നാൽ പാരായണ പരിശീലനം. 4-ാം ക്ലാസ്സിൽ 19 മുതൽ 24 വരെയുള്ള 6 ജുസുകളാണ് പഠിക്കാനുള്ളത്. തജ്വീദ് അനുസരിച്ചുള്ള പാരായണം പരിശീലിക്കാൻ സഹായമാകുന്ന രൂപത്തിൽ 10 യൂണിറ്റുകളിലായി ഇത് വിഭജിച്ചിരിക്കുന്നു. 4-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഖുർആൻ പഠനം കൂടുതൽ ഫലപ്രദമാക്കുകയും കുട്ടികൾക്ക് ഖുർആനുമായി അടുപ്പമുണ്ടാക്കുവാനും ഈ പുസ്തകം ലക്ഷ്യമിടുന്നു. അടുത്തത് താരീഖ് പുസ്തകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൻ്റെ ആരംഭം മുതൽ മദീനയിലേക്കുള്ള ഹിജ്റ വരെയുള്ള ചരിത്രത്തിൻ്റെ ചുരുങ്ങിയ രൂപമാണ് ഈ പുസ്തകത്തിലുള്ളത്. ദഅവത്തിൻ്റെ ആരംഭം, പരസ്യ പ്രബോധനം, ആദ്യത്തെ പലായനം, നജാഷി രാജാവ്, ഉപരോധം, ദൗത്യം പുറം നാട്ടിലേക്ക്, ആകാശാരോഹണം, വിശ്വാസികൾ മദീനയിലേക്ക്, തൊലഅൽ ബദറു അലൈന, നബി ചരിത്രം, ഇതുവരെ ഇങ്ങനെ 13 പാഠങ്ങളാണ് താരീഖിലുള്ളത്. ദുറൂസുൽ ഇഹ്സാൻ. ഇസ്ലാമിക സംസ്കാരമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് ഈ പാഠപുസ്തകത്തിൻ്റെ ലക്ഷ്യം. അന്നലാഫത്ത്, എൻ്റെ വീട്, പ്രകൃതി സംരക്ഷണം, പുണ്യനബിയുടെ അധ്യാപനം, കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിന്, സാഹോദര്യം, മുതിർന്നവരെ ആദരിക്കാം, കാരുണ്യം കുഞ്ഞുങ്ങളോട്, ചില വിചാരങ്ങൾ തെറ്റാണ്, ജീവികളോട് ദയ കാണിക്കാം, നമുക്ക് വിജയം നേടാം. ഇങ്ങനെ 10 പാഠങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇനി അഖീദ പാഠപുസ്തകമാണ്. വിശ്വാസകാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ചും. ആദ്യ 4 പാഠങ്ങളിലായി അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വാജിബായ 20ഉം മുസ്തഹീലായ 20ഉം ജായിസായ 1ഉം പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ, മലായിക്കത്ത്, അമ്പിയാക്കൾ, അവരുടെ സിഫാത്തുകൾ, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, മുഅ്ജിസത്ത് എന്നിങ്ങനെ 10 പാഠങ്ങളാണ് അഖീദ പാഠപുസ്തകത്തിലുള്ളത്. 4-ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച 6 പാഠപുസ്തകങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.